പിറവം മേഖലയിൽ വിവിധ ക്ഷേത്രങ്ങളിലായി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ ശോഭയാത്ര ഏറെ ശ്രദ്ധേയമായി. രാധാകൃഷ്ണന്മാർ നിറഞ്ഞൊഴുകിയ നിരത്തുകളിൽ ഗോപികമാരുടെ നൃത്തം കാണികളുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകി. കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷങ്ങൾ അരങ്ങേറിയത്. പിറവം മേഖലയിൽ 15ഓളം കേന്ദ്രങ്ങളിലാണ് ശോഭയാത്രകൾ അരങ്ങേറിയത്. പിറവം നഗരസഭ പ്രദേശത്ത് മാത്രം 6 കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ നടന്നു. ഞായറാഴ്ച പുലർച്ചെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരുടെ പ്രവാഹമായിരുന്നു. പിറവം പാലച്ചുവട് പെരിങ്ങാമല ബാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഓണക്കൂർ ദേവി ക്ഷേത്രത്തിലും ഊരമന വള്ളൂരിലും സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ തുടങ്ങിയത്. പാലച്ചുവട് പെരിങ്ങാമലയിലും ഓണക്കൂറിലും കണ്ണന്റെ പിറന്നാൾ സദ്യയായി ഉച്ചയ്ക്ക് പ്രസാദയൂട്ട് നടന്നു. രാമമംഗലം പെരുംതൃക്കോവിലിൽ അഭിമന്യു ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാതഭേരിയും തുടർന്ന് കുട്ടികളുടെ കലാകായിക വൈജ്ഞാനിക മത്സരങ്ങളും അരങ്ങേറി. ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ഊരമന വള്ളൂരിൽ 2 കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു ശോഭയാത്ര ആരംഭിച്ചത്. പിറവം ടൗണിൽ പിഷാരുകോവിൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര പള്ളിപ്പാട്ട് ക്ഷേത്രത്തിലും, പള്ളിക്കാവിൽ നിന്നുള്ള ശോഭയാത്ര ടൗൺ ചുറ്റി പോലീസ് സ്റ്റേഷന് സമീപം തൃക്കബാല നരസിംഹസ്വാമി ക്ഷേത്രത്തിലും സമാപിച്ചു. അതേസമയം കാരൂർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭയാത്ര പാഴൂർ പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു. പിറവം പാലച്ചുവട് തിരുമനാംകുന്ന് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭയാത്ര പെരിങ്ങാമല ബാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും സമാപിച്ചു. അതേസമയം കളമ്പുകാവിൽ നിന്നുള്ള ശോഭയാത്ര അമർക്കളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. കക്കാട് കോടകാർവർണ്ണൻ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കക്കാട് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര കക്കാട് ശ്രീപുരുഷമംഗലം ക്ഷേത്രത്തിലും സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.